ഇപ്പോൾ പ്രതികരണവുമായി നടി ഷിബ്ല ഫറ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഷിബ്ല ഷിബ്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് നടി മിനു മുനീറിന്റെ ആരോപണം. അതായത് മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള നടന്മാർക്കെതിരെയാണ് മിനു ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇടവേള ബാബു, മുകേഷ്, ജയസൂര്യ എന്നീ നടന്മാർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പിന്നെ മണിയൻ പിള്ള രാജു. ഇപ്പോൾ മുകേഷ് മിനുവിനോട് പറഞ്ഞത് അമ്പടി കള്ളി, ഈ താരസംഘടനയിൽ ഞാൻ അറിയാതെ ഒന്നും നടക്കില്ല എന്ന് ധാർഷ്ട്യത്തോടെയാണ് മുകേഷ് പറയുന്നത്. പിന്നെയുള്ളതെല്ലാം പറയാൻ അറയ്ക്കാൻ തോന്നുന്ന ലൈംഗിക അധിക്ഷേപമാണ് മുകേഷ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഈ നടിമാർ നടത്തുന്ന വെളിപ്പെടുത്തൽ, ഇത് കാണുന്ന ഒരു സാധാരണ ജനം ഇത് കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കൂ എന്ന്. എന്താണ് ഷിബിലയുടെ അനുഭവത്തിൽ നിന്ന്, സിനിമാ കരിയറിലെ എക്സ്പീരിയൻസിൽ നിന്ന് ഷിബിലയ്ക്ക് പറയാനുള്ളത്? അത് തീർച്ചയായിട്ടും ഒരു നല്ല പെർസ്പെക്റ്റീവ് ആണ് ആ ചോദ്യത്തിന്റെ. കാരണം ഇത് കാണുന്ന ആൾക്കാർക്ക് പൊതുവെ സിനിമയിൽ എല്ലാവരും ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്തവരാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും മുമ്പ് വർക്ക് ചെയ്തിരുന്നവരാണെങ്കിലും ഈ ഇൻഡസ്ട്രി ഇങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണണം എന്നാണ്. കാരണം നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് എല്ലാവരും ഡെഫിനറ്റ്ലി ഇങ്ങനെയല്ല, അത് ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അത് ഈ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ ഇൻഡസ്ട്രിയിലും സ്ത്രീകൾ പ്രത്യേകിച്ച്, ഞാൻ പുരുഷന്മാരത് അനുഭവിക്കുന്നേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു പാട്രിയാർക്കി വെച്ച് നോക്കുമ്പം സ്ത്രീകൾ കുറച്ചധികം ഇങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് സിനിമാ മേഖലയിൽ മാത്രമല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് മലയാള സിനിമയിലുള്ള ഒരാളാണ്. അതിന് മുമ്പും ഉണ്ടായിരുന്നു, പക്ഷെ അത് മേ ബി ഒരു കംപ്ലീറ്റ്ലി ഞാൻ ഇൻടു ആക്ടിങ് ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഒരു 7-8 സിനിമകളോളം ചെയ്തു. അതിലെല്ലാം ഞാൻ വളരെ സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. എന്തെങ്കിലും അൺപ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു ആവശ്യമേ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ചിലപ്പം കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ഏൺ ചെയ്യാതെ എനിക്കുണ്ടായ ഒരു പ്രിവിലേജ് കൊണ്ടായിരിക്കും. എല്ലാവർക്കും അതേ അവസ്ഥയാവണം എന്ന് ഇല്ല. ഇത് തുറന്ന് പറയുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഭയങ്കര കറേജിയസ് ആയിട്ട് ഇത് പറയുന്നു. അതിനെ വളരെ പോസിറ്റീവായിട്ട് കണ്ട് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും സിനിമയിൽ എല്ലാവരും ഇങ്ങനെയല്ല. വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ ജെന്യൂൻ ആയിട്ട് സിനിമ ചെയ്യുന്നവരുണ്ട് ഇൻഡസ്ട്രിയിൽ, ഡെഫിനറ്റ് ആയിട്ട്. ഷിബില, ഇന്നിപ്പോൾ WCCയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ നോ പറയാനുള്ള പ്രിവിലേജ് ഉള്ള നടിമാർ ഒരുപാട് പേര് കാണില്ല. നോ പറയാനുള്ള പ്രിവിലേജ് ഒരുപാട് പേർക്കൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെ നോ പറയാനുള്ള പ്രിവിലേജ് ഉള്ള നടിമാർ സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിലിടം ഉണ്ടാക്കുന്നതിൽ ഒരുമയോടെ പ്രവർത്തിക്കണമെന്ന് WCCയുടെ ഇന്നത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഈ ആരോപണ വിധേയരായിട്ടുള്ള നടന്മാരും സംവിധായകരുമെല്ലാം അവരെല്ലാം വിശ്വസിക്കുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമുണ്ടായിരിക്കും. കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയായിട്ടുള്ള ഒരുപാട് നടിമാരുണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ജീവിതങ്ങളാണ്. അവർക്ക് പ്രയോറിറ്റി ചിലപ്പോൾ പണവും ഫേമസ് ഒക്കെ ആയിരിക്കും. പക്ഷേ അതിന് തയ്യാറാകാത്ത നടിമാരുമുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന നടിമാർക്ക് മാത്രം സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന ഒരു പ്രവണത അങ്ങനെ ഉണ്ടോ ഷിബില? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ ആൾക്കാരും ജെന്യൂൻ ആയിട്ടൊരു സിനിമ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നവരാണ്. കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് ശേഷം, അതിന് മുമ്പ് ഞാൻ അല്ല, ആങ്കറിംഗ് ചെയ്ത അത്തരം സമയത്താണ്. അനുഭവങ്ങൾ നടിമാർ ഷിബിലയോട് പങ്കുവച്ചിട്ടുണ്ടോ സുഹൃത്ത് വലയത്തിൽ എങ്ങാനും? അതായത് ഞാൻ ബേസിക്കലി മലപ്പുറത്ത് നിന്നുള്ള ഒരാളാണ്. ആ ആ ഒരു നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ചിന്ത, സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്. ആ വേൾഡിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യുക അത്ര എളുപ്പമല്ല എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക്, ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് അത്തരം അനുഭവങ്ങൾ ആൾക്കാർ നമ്മളടുത്ത് പങ്കുവെച്ചിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഉള്ളത് കൊണ്ട് മുമ്പുണ്ടായ കാര്യങ്ങളൊന്നും അപ്രസക്തമാവുന്നില്ലല്ലോ. ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്നതുകൊണ്ട് അത് ഇപ്പൊ അത് പ്രസക്തമല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ ഇപ്പോ ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ ഡീൽ ചെയ്യുന്ന സിനിമാ പ്രവർത്തകർ, ചിലപ്പോൾ ഞാൻ ഏൺ ചെയ്യാത്ത ഒരു പ്രിവിലേജ് കൊണ്ട് ഉള്ള ഒരു അവസ്ഥയായിരിക്കാം. പക്ഷെ അവർ വളരെ ജെന്യൂൻ ആയിട്ട് സിനിമ ചെയ്യണമെന്നും വളരെ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ പറയും. വളരെ കഥാപാത്രമെന്നും കഥ എന്നും സിനിമ എങ്ങനെ നന്നാക്കാം എന്നും മാത്രം ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരെയും നമ്മൾ കരിവാരി തേക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല. സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ഇതൊരു ക്ലീനിങ് പ്രോസസ് ആണ്. അപ്പോൾ
ഇതിൽ ആൾക്കാർക്ക് വരുന്ന ആരോപണങ്ങളെ നമ്മൾ മിയർലി ആരോപണങ്ങളായിട്ട് കാണണം. അവർക്കെതിരെയും നമ്മൾ കല്ലെറിയല്ല ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് അവർക്കെതിരെ ഒരു ആരോപണമുണ്ട്, അത് അന്വേഷിക്കുകയും ചെയ്യണം. അന്വേഷിച്ച് അവർ കുറ്റവാളികളാണ്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടായി തീർച്ചയായിട്ടും അവരെ ഇങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തുകയും വേണം. അതേ സമയത്ത് അവർ തെറ്റുകാരല്ല എന്നാണ് തെളിയുന്നതെങ്കിലോ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്ന് പറയുക, അത് സംസാരിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ആരോപണങ്ങളായിട്ട് ഇപ്പൊ എടുക്കാൻ പാടുള്ളൂ. ആരോപണങ്ങൾ തന്നെയാണ്, തുറന്നു പറച്ചിലുകളാണ്. അത് ഗൗരവപരമായിട്ട് തന്നെ നമ്മൾ കാണണം, പ്രൂവ് ചെയ്യുന്നത് വരെ. പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ എങ്ങനെയാണോ നമ്മുടെ സർക്കാരും നമ്മുടെ നിയമവും ശിക്ഷ അവർക്ക് വിധിക്കുന്നത് അതിനവർ വിധേയരാകുകയും വേണം. ഷിബില, ലോകത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും നേരെ അനീതി നടന്നാൽ അത് തിരിച്ചറിയാൻ കഴിവുണ്ടാകണം. ചെഗുവേരയുടെ വാക്കുകളാണിത്. ഈ ചെഗുവേരയുടെ വാക്കുകൾ നടി ഭാവന സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എവിടെയെങ്കിലും അനീതി ഉണ്ടായാൽ അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ നടി ജോമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എനിക്കെതിരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല, എന്നോട് ആരും മോശമായി പെരുമാറിയിട്ടില്ല, എനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. സാധാരണ എപ്പോഴും അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഏതെങ്കിലും രണ്ട് നടിമാരെ കൊണ്ടിരുത്തും. അവർക്ക് പ്രത്യേകിച്ച് യാതൊരു വോയിസും കാണില്ല. അവരിങ്ങനെ ഇരിക്കുന്നു, നമ്മൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനായി എന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് സ്ത്രീകളെ അവിടെ കൊണ്ടിരുത്തും. ഇത്തരം പ്രവണതകൾ കാണുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ ഷിബില അമ്മയുടെ അംഗമല്ല. നിങ്ങൾ നടിമാർക്ക്, അതായത് യുവതലമുറയിൽ സജീവമായി നിൽക്കുന്ന നടിമാർക്ക് ഈ അമ്മ എന്ന താരസംഘടനയിലുള്ള വിശ്വാസ്യത അത് ദിവസം തോറും കുറഞ്ഞു വരികയല്ലേ? ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പും സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ അല്ലാതെ ആവുന്നില്ല. ജോമോള് പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്ക് വളരെ ഫണ്ണി ആയിട്ടാണ് ആക്ച്വലി തോന്നിയത്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു വളരെ സീരിയസ് ആയിട്ട് ഒരു ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതിൽ ഒരുപാട് സ്ത്രീകൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ മുമ്പ് ഉണ്ടായതോ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. അതെല്ലാം കേട്ടുകൊണ്ടിരിക്കെ പറയാണ്, ഞാൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാലമായിട്ടുള്ള ആളാണ്, എന്റെ മുറിയിൽ ആരും മുട്ടിയിട്ടില്ല. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഒരു എംപതി ഉള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്തൂടെ. ഇപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് പേരുണ്ടാവും. അത്തരം ഏണ്ടല്ലാത്തപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ചെയ്തിരുന്ന സിനിമകളും അവർക്ക് കിട്ടിയ ഒരു ലൈം ലൈറ്റും വെച്ച് ചിലപ്പം ആൾക്കാർ പോയി അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഈ പറയുന്ന ആൾക്കാരുടെ ഇതൊന്നും സത്യമല്ലാതാവുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എനിക്ക് അമ്മ എന്നുള്ളതിലെന്ന് പറഞ്ഞാൽ അതിൽ വളരെ എവിഡന്റ് ആയിട്ട് തന്നെ ഒരു പാട്രിയാർക്കിയൽ സിസ്റ്റം അതിനകത്ത് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബിക്കോസ് അതിനകത്ത് നിന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ച പലരും പിന്നീട് അമ്മ വിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക് നമ്മൾ സ്ത്രീ പ്രതിനിധികളെ വെക്കുന്നത് കൊണ്ട് കാര്യമില്ല. അത് ഒരു കമന്റും പറയാൻ സാധിക്കാത്തൊരവസരമാണെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് പറയുന്നതായിരുന്നു ഇതിനേക്കാളും ഭേദം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ആ കമന്റ് വളരെ റിഗ്രസീവ് ആയിരുന്നു. അവർ സംസാരിച്ചത് വളരെ റിഗ്രസീവ് ആയിട്ടാണ്, ഒട്ടും എംപതി ഇല്ലാണ്ടാണ് സംസാരിച്ചത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. വളരെ നന്ദി ഷിബില, താങ്കളുടെ പ്രതികരണം അറിയിച്ചതിന്.